ഹലോ, അങ്ങനെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്. അപ്പോൾ രാവിലെ തന്നെ ഇതാ പള്ളിയിൽ പോകാനായിട്ടാ. അങ്ങനെ ഇന്നലെ രാത്രി ഉറക്കൊഴിച്ചിരുന്ന് മൈലാഞ്ചി ഇട്ട് കൊടുത്ത് രണ്ടാളെ കൈ, എൻ്റെ കൈ അവളെ കൈ കണ്ടില്ലേ ഗൈസ്. അപ്പോൾ അന്ന് നമുക്ക് രാവിലെ എണ്ണപ്പത്തിരി, വെളിച്ചെണ്ണപ്പത്തിരിയും ബീഫ് കറിയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കൈ നല്ല അടിപൊളിയായിട്ട് ചോന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉച്ചക്കൊക്കെ നമുക്ക് മന്തിയാണ് ഉണ്ടാക്കിയത്. മന്തി ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്കും മോൾക്കും ഇക്കാക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ മന്തി. അത് അൽഫാം മന്തിയൊക്കെ ആണെങ്കിൽ കേട്ടോ കഴിക്കുമല്ലോ. പിന്നെ ഞാൻ മന്തി വെച്ചപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ നമ്മൾ പ്രസവിച്ചെടുക്കണ ആൾക്ക് കുറച്ച് കൊടുന്നു കൊടുക്കുകയാണ്. സർപ്രൈസായിട്ട് വന്നിട്ട് അമ്മ ഭക്ഷണം കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നേരെ അവൾക്ക് കൊടുന്നു കൊടുത്തിട്ട് എന്നിട്ട് പോയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ സർപ്രൈസായിട്ട് വന്നതുകൊണ്ട് ആദ്യം ഒളിച്ച് കളിക്കുകയാണ് കേട്ടോ. മിന്നൂസ് മിണ്ടാണ്ട് കയറി ചെല്ലാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സംഭവം ഒരു സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇതാ അടിപൊളി മന്തി ചൂടോട് തന്നെ കഴിച്ചിട്ടാണ്. മന്തിയും പിന്നെ മയോണൈസും പിന്നെ ചട്നിയും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് അത് കഴിച്ചങ്ങ് സുഖമായി കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീക്കണ ഗൈസ് 8 മണിക്കാണ്. ആ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ എവിടേക്ക് പാർക്കിൽ പോകാനാണ് സംഭവം. അവളെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് കിടന്നത്. പക്ഷെ മന്തി കഴിച്ച ക്ഷീണത്തിന് നേരം പോയത് അറിഞ്ഞില്ല ഗൈസ്. പിന്നെ എണീറ്റ് വെക്കുമ്പോൾ ഇരുട്ടായിക്കിടും. അങ്ങനെ ഏതായാലും പാർക്കിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ജിം എടുക്കണ ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇതൊക്കെ ഉള്ള അവിടെ പോയി. പിന്നെ ഞങ്ങൾ നേരെ തൂക്കുപാലത്തിൻ്റെ അവിടെ പോയി. അവിടെ കുറച്ചടി ഇരുന്നു. പടക്കം മുട്ടുകലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീമും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണ വഴിക്ക് നമ്മൾ നാളേക്ക് ഇറച്ചി പോത്തിനെ ഇറക്കണ പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുത് ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്തിട്ട്